ഹലോ ഗൈസ്, ബിഗ് ബോസ് 19-ാം ദിവസം വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് നടക്കുകയുണ്ടായി. രാവിലത്തെ മോർണിംഗ് സോങ് വളരെ രസകരമായിരുന്നു. എല്ലാവരും ഉല്ലാസ രീതിയിൽ എഴുന്നേൽക്കുകയും അവർ കോഫി കുടിക്കുവാനായിട്ട് കിച്ചണിൽ ചെല്ലുകയും അവിടെ ഒരു തർക്കമുണ്ടാവുകയും ഒക്കെ ചെയ്തു. കാരണം തലേ ദിവസം കോഫി പൗഡർ കണ്ടില്ല, ആരോ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് എവിടുന്ന് വന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഇതിനകത്തുണ്ടായിരുന്നു, ഈ അലമാരയിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ നിർദ്ദേശിച്ചു, ഇനി മുതൽ ആരും കിച്ചൺ ടീമിലുള്ളവരല്ലാത്തവരാരും തന്നെ കിച്ചണിൽ വരരുത്, ആവശ്യമില്ലാതെ വരാൻ പാടില്ല. അങ്ങനെയാണ് സാധനങ്ങളൊക്കെ മോഷണം പോകുന്നതായിട്ടൊക്കെ ഒരു ആരോപണമുണ്ട്. ആരാണെന്നൊന്നും അറിയില്ല, പക്ഷേ അവർക്ക് അറിയാം ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ പലർക്കും അറിയാം എന്നുള്ള ഒരു ധ്വനിയുമൊക്കെ അതിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അപ്പോഴും അത് അടിയുടെ ഒരു ഇതായി. അനുമോളാണ് കറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പല കണ്ടസ്റ്റൻറ്റിനും വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോളും പറയുകയാണ്, എനിക്കും വിശക്കുന്നു, ഞങ്ങൾക്കും ഇതിൽ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ അവർ ചോദിക്കുകയാണ്, കറി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ പോരായോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ശരിയായ വഴി. കറി ഉണ്ടാക്കി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ വരുന്നവർക്ക് നമുക്ക് പെട്ടെന്ന് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഭയങ്കര ടോക്ക് നടന്നു. അപ്പോൾ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു. അതായത് മോശം പ്രകടനം കാഴ്ചവെച്ചവർ, അതായത് പണിപ്പുരയിലും മറ്റ് ടാസ്കുകളിലുമൊക്കെ ഈ ആഴ്ച മോശം പ്രകടനം കാഴ്ചവെച്ചവരെ തിരഞ്ഞെടുക്കുക, അവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ്. അവർക്ക് ജയിലിൽ പോകണം. ഒനിൽ, ജിസേൽ എന്നിവരെ ജയിലിലേക്ക് അയക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഉള്ളവരുടെ പേരുകളും പറഞ്ഞു. ശരത്, ബിന്നി, ശൈത്യ തുടങ്ങിയവർ നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഒരു മത്സരം ഇന്നലെ നമുക്ക് വളരെ രസകരമായിട്ട് കാണുവാൻ കഴിഞ്ഞു. പാചക മത്സരം, ഹെൽത്തി ഗ്രോസർ കായത്തിൻ്റെ മത്സരമാണ് നടന്നത്. ഗ്രൂപ്പ് ആക്ടിവിറ്റി ഏരിയയിൽ ചെന്ന് ഗ്രൂപ്പ് 2 ടീമായിട്ട് തിരിയുകയും മത്സരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ടീമിൽ ബി ടീമാണ് വിജയികളായിട്ട് പ്രഖ്യാപിച്ചത്. അവർക്ക് സ്നേഹസമ്മാനം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ ഇതിൽ നിറഞ്ഞു നിന്നതാണ് ശരണ്യൊക്കെ വളരെ രസകരമായിട്ടാണ് ഇന്നലെ ഇതിൽ ചർച്ചകളിലും ഒക്കെ പങ്കെടുത്തു. അതുപോലെ തന്നെ ഭർത്താവ് മദ്യപിച്ച് വരുന്നതിനെക്കുറിച്ചും ഒക്കെ അങ്ങനെയുള്ളൊരു ടോക്കൊക്കെ അവരുടെ ഇടയിൽ നടക്കുകയുണ്ടായി. ആദില, നൂറ ഇവരൊക്കെ ഇതിൽ പങ്കെടുത്തു, വളരെ വീറോടുകൂടി പറഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും കഷ്ടം പിടിച്ച ഒരു കാര്യം എന്നുള്ളതാണ് ഇന്നലത്തെ ഇവർ ജിസേലിനെയും ഒനീലിനെയും ജയിലിലേക്ക് അയച്ചു. അപ്പോൾ അവിടെയുള്ള കാര്യം അവർക്ക് വളരെ വിഷമകരമായിട്ടായിരുന്നു. കാരണം ജയിൽ മുറി ഒരു ക്ലോക്കായിട്ട് സങ്കല്പിക്കണം. ഇവർ രണ്ടുപേരും ക്ലോക്കിലെ 2 സൂചികളായിട്ട് കണക്കാക്കണം. അപ്പോൾ അവരുടെ കയ്യിൽ 2 ഇരുമ്പ് ദണ്ടുകൾ കൊടുത്തിട്ട് ഒരാൾ എന്തു ചെയ്യണം, ഒരാൾ ഈ ദണ്ട് 1 2 3 എന്ന് അടിക്കണം. ആ സമയം അടുത്ത ആൾ അത് എണ്ണിക്കൊണ്ടിരിക്കണം, ക്ലാപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 60 പ്രാവശ്യം അടിക്കുമ്പോൾ 1 മിനിറ്റ് ആവും. അങ്ങനെ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും അടിക്കണം. ബിഗ് ബോസ് നിങ്ങൾ സമയം ചോദിക്കുമ്പോൾ കറക്റ്റ് സമയം പറയണം. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ 3 മിനിറ്റൊക്കെ മാറാം എന്ന് പറഞ്ഞു. അതായത് ഇതായിരുന്നു അവരുടെ വലിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. അവരെ വളരെ വിഷമിപ്പിക്കുകയുണ്ടായി ആ ടാസ്ക്. അപ്പോൾ അവർ എണ്ണി അടിച്ച് ഇത് റിങ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് വളരെ എഫർട്ട് എടുത്തൊരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ബിഗ് ബോസ് സമയം പറഞ്ഞു. അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാത്രി 9 മണി ആയെന്നാണ് പറഞ്ഞത്. അവരാ ജയിലിനുള്ളിൽ കിടക്കുകയാണ്. ജയിലിനുള്ളിൽ കഴിഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും, ആദ്യം ജിസേലാണ് തടിക്കുന്നത്, പിന്നെ ഒനിയിൽ അത് എണ്ണിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ഇങ്ങനെ അവർ തളർന്നു ക്ഷീണിച്ചു. രണ്ടുപേരും കൈയൊക്കെ ബിഗ് ബോസിനെ കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യൂ, ബിഗ് ബോസ് ഞങ്ങൾ വളരെയധികം ക്ഷീണിതരാണ്, കൈയൊക്കെ ഇങ്ങനെ മുറിവോ എന്തൊക്കെയോ പരിക്കുകളൊക്കെ അവരിങ്ങനെ കാണിക്കുന്നുണ്ട്. അവരിങ്ങനെ വളരെയധികം വിഷമത്തിലായി. അങ്ങനെ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും അവരടിക്കണം. അപ്പോൾ 5 മണിക്കൂർ അവരടിച്ചു കഴിഞ്ഞു. ഏകദേശം 2 മണി വരെ അവർ അടിച്ചു. അപ്പോൾ 9 മണിക്ക് തുടങ്ങി.
ഇവർ 2 മണി വരെ അവരിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ അടിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബിഗ് ബോസ് നൊനിയിൽ പറയുകയാണ്, ബിഗ് ബോസ് ഇനി ഞങ്ങളൊരു തെറ്റും ചെയ്യില്ല, ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കരുത്, ശിക്ഷ മതി, ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. ക്യാമറ ഇന്നലെ അവരുടെ നേരെയായിരുന്നു. അവരോട് എല്ലാവർക്കും ഒരു സിമ്പതി തോന്നുന്ന രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നടന്നത്. അപ്പം പിന്നെ അവർ ഉറങ്ങാൻ കിടന്നതോടുകൂടി ക്ഷീണിച്ച് കിടന്നു. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞു കിടന്നതോടുകൂടി ഇന്നലത്തെ എപ്പിസോഡ് പൂർത്തിയായി. എങ്കിലും പൊതുവേ നല്ല രസമായിരുന്നു. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് എല്ലാം ഇന്നലെ തിളങ്ങി. ഒരുപാട് വലിയ എഫർട്ട് എടുത്ത ടാസ്ക്കൊന്നും ഇന്നലെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടും മനോഹരമായ നിമിഷങ്ങളായിരുന്നു ഇന്നലത്തേത്.